നിലവിൽ കോഴിക്കോട് എക്സൈസ് ഇൻ്റലിജൻസ് ഇൻസ്പെക്ടർ ഷിജിമോൻ സാറിന് ലഭിച്ച ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ്, ഡി സി സ്ക്വാഡ്, കോഴിക്കോട് ഡി സി സ്ക്വാഡ്, ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കോഴിക്കോട് സംയുക്തമായിട്ട് ഒരു പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിലാണ് ഈ ബ്ലാക്ക് ക്രെറ്റ കാറിൽ നിന്ന് 2 പേരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ ബോണറ്റിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് നിറച്ച രീതിയിൽ പല കവറുകളിലായിട്ട് MDMA ലഭിക്കുകയാണ്. അപ്പോൾ അത് തൂക്കി നോക്കിയതിൽ 3 കിലോ 312 ഗ്രാം MDMA ക്രിസ്റ്റൽ രൂപത്തിലും 56 ഗ്രാം വരുന്ന എക്സ്റ്റസി പില്ലുകൾ, MDMA കണ്ടന്റുള്ള എക്സ്റ്റസി പില്ലുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും കച്ചവടോദ്ദേശത്തിൽ തന്നെ എത്തിച്ചതാണല്ലോ. ഇവർ ഇടനിലക്കാരാണോ, അതായത് ഇവരെ കണ്ണികളെ കുറിച്ചിട്ടൊക്കെ വിവരം കിട്ടിയിട്ടുണ്ടോ? അല്ല, തുടർന്നുള്ള അന്വേഷണങ്ങൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രാഥമികമായിട്ട് ഡിറ്റക്ഷൻ്റെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്. ആളുകൾ മുമ്പ് ഏതെങ്കിലും ഇതുപോലത്തെ കേസുകളിൽ മുമ്പ് പ്രതിയായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പിടിച്ചിരിക്കുന്ന ഷഫീഖ്, കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള ഷഫീഖ് മുൻപും മലപ്പുറം ജില്ലയിൽ പല കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പല ഓരോ കേസുകളിൽ ഒളിവിലാണ്, അബ്സ്കോണ്ടിങ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഒരു മയക്കുമരുന്ന് വേട്ടയാണ് അടുത്ത കാലത്ത് പിടികൂടിയ രാസലഹരിയിൽ ഏറ്റവും വലിയ കൗണ്ട് ഉള്ള ഒരിതാണ്.